ക്രഷ് രചന നീലാംബരി, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എൻ നൂഞ്ഞേരി. മാൻഷനിൽ എല്ലാവരും വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. ഏകയുടെ വരവും ഇനിയും കണ്ടിട്ടില്ലാത്ത രാജലക്ഷ്മിയുടെ മകളുമൊക്കെ അവർക്കിടയിലെ വലിയ സമസ്യ തന്നെയായിരുന്നു. വൈരിന്റെ ഭാര്യ പദവിയെ ചൊല്ലി സഹോദരിമാരിലവരുടെ മക്കളിലും മുറുമുറുപ്പുയർന്നു. അതുകൊണ്ട് തന്നെ ഡൈനിങ് ടേബിൾ പോലും പല സമയങ്ങളിലായിരുന്നു കുടുംബക്കാർ പ്രത്യക്ഷപ്പെട്ടിരുന്നത്. പിന്നീടുള്ള ദിവസങ്ങളിൽ ഏകക്ക് പ്രത്യേകിച്ച് ഡ്യൂട്ടി ഒന്നും രുദ്രദേവ് കൊടുത്തിരുന്നില്ല. അദ്ദേഹം കുറച്ചുനാൾ കൂടി റെസ്റ്റ് എടുക്കാൻ തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ തനിക്ക് അനുവദിച്ച് നൽകിയ മുറിയിൽ നിന്നും ഏകാധികം പുറത്തേക്ക് ഇറങ്ങിയതുമില്ല. ഈ ദിവസങ്ങളിലൊക്കെ ഭക്ഷണം കഴിക്കാൻ പോലും ഏകെ പുറത്തേക്ക് കാണാതിരുന്നതിനാൽ വാമിക അവൾക്കുള്ള ഭക്ഷണം മുറിയിൽ കൊണ്ട് കൊടുക്കുകയാണ് ചെയ്ത്. ഒപ്പം അവളും കൂടും. വാമികയെ കൊണ്ട് ഓരോന്ന് കൃത്യമായി ചെയ്യിപ്പിച്ചിരുന്ന വൈര്യം തന്നെയായിരുന്നു. എന്തെങ്കിലും കഴിച്ചു എന്ന് വരുത്തി തീർത്ത് അവളവിടെ കഴിഞ്ഞു പോന്നു. ബാംഗ്ലൂർ ഷൂട്ട് കഴിഞ്ഞുടൻ അടുത്ത ലൊക്കേഷൻ കേരളത്തിൽ തന്നെ ആയിരുന്നതിനാൽ വൈര്യൻ പലപ്പോഴും മാൻഷനിൽ ഉണ്ടാവാറില്ല. ചില ദിവസങ്ങളിൽ രാത്രി വൈകി എത്തുന്നവൻ ചിലപ്പോൾ പുലർച്ചെ തന്നെ മടങ്ങിയാണ് പതിവ്. രണ്ടാഴ്ച പിന്നിട്ടൊരു ദിവസം ആതിരയോടും ഋതുവിനോടും ഫോണിൽ വീഡിയോ കോളിലായിരുന്നു ഏക. മതി പിള്ളേരെ, ഫോൺ വയ്ക്ക്, എനിക്കൊന്ന് കുളിക്കണം, വല്ലാത്ത തലവേദന. കുറെ നേരമായി രണ്ടും കൂടി കൂട്ടിയും കിഴിച്ച് ഓരോന്ന് ചോദിക്കുന്നു. തോളോട് തോൾ മുട്ടിയിരുമി തന്നെ നോക്കിയിരിക്കുന്ന കൂട്ടുകാരികളെ നോക്കി അവസാനം അവൾ പറഞ്ഞു, എന്താണ് മോളെ ഒരു രാത്രി കുളി? സൂപ്പർ സ്റ്റാർ റൂമിൽ വരുന്നോ മറ്റോ പറഞ്ഞായിരുന്നോ? അതെല്ലാം മനസ്സിലാവുന്നുണ്ട്, എങ്കിലും കൃത്യമായിട്ട് നീ അവിടെ തന്നെ ചെന്ന് പെട്ടല്ലോ. നേരുതു, നിനക്ക് പണ്ടേയുള്ള ഒരുമാതിരി ആക്കിയുള്ള സംസാരം. ഇനി വല്ല മുണ്ടിയ മെയിലിൽ നിങ്ങളെ വിളിക്കില്ല. രണ്ടിനെയും നോക്കി ദേഷ്യത്തോടെ പറയുമ്പോൾ ആതിര കണ്ണുകൂർപ്പിച്ചു. ഇവള് പറഞ്ഞതിന് എന്നെയും ചേർത്ത് എന്തിനാണ് നീ കുറ്റപ്പെടുത്തുന്നത്? ഞാനെന്ത് പറഞ്ഞു എന്നാ? നിനക്കറിയില്ലേ ഇവൾക്ക് പണ്ടേ ബെല്ലും ബ്രേക്കില്ലാന്ന്? ആ വരുണി ഇവളെങ്ങനെ സഹിക്കുന്നു ആവോ? ഓഹോ, എൻ്റെ അടുത്തിരുന്ന് എൻ്റെ ചെയ്ത് തന്നെ കടിക്കുന്നത് നീ? അല്ലെങ്കിൽ നിനക്ക് എന്നെക്കാളും അവിടെ കൂടുതൽ ഇഷ്ടം. ആതിരയും ഋതുവും പരസ്പരം തള്ളി പിടിക്കുന്നതാണ്. തലയിൽ കൈവച്ചു പോയി ഏക. മതി രണ്ടു കൂടി വഴക്കടിച്ച് മതി, അങ്ങോട്ട് പോയി കിടന്നുറങ്ങാൻ നോക്ക്, നാളെ ഡ്യൂട്ടിക്ക് പോകണ്ടേ? ഞാനും കുളിച്ചിട്ട് ഉറങ്ങാൻ പോവാ. അപ്പൊ ശരി, ഗുഡ് നൈറ്റ്. ഏക കോള് കട്ട് ചെയ്തു. മാറിയെടുക്കാനുള്ള ദാവണി കയ്യിലെടുത്തുകൊണ്ട് അവൾ നേരെ ബാത്റൂമിലേക്ക് കടന്നു. മധു, അവൾ ഈ മാൻഷനിൽ തന്നെ തുടരാൻ അനുവദിച്ചാൽ എങ്ങനെയാ? അതും നമ്മുടെ മൂക്കിൻ കീഴിലെത്തിയ അവള്. ക്ലബിൽ ഒത്തുകൂടിയതാണ് രാജഗോപാലും മധു രഘുറാമുമായി ഇരുവരും മീറ്റ് ചെയ്യുന്ന ഈ ഇടക്കാലത്താണ്. മരിച്ചുപോയ ആളുടെ ജ്യേഷ്ഠൻ രാഘവേന്ദ്രയുമായി പോലും നേരിട്ടൊരു കൂടിക്കാഴ്ച ഇതുവരെയും നടത്തിയിട്ടില്ല. വട്ടത്തിലിരുന്ന് വെള്ളമടിക്കുമ്പോൾ അവരുടെ ഇടയിൽ സംസാര വിഷയേകയായി മാറുന്നതാണ് രഘുറാമിന് പിടിച്ചില്ല. നിങ്ങൾക്കൊക്കെ നാണമില്ലേ? കുറെ കൊല്ലായാലും ഏതോ ഒരു പീറ പെണ്ണിന്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട്. അവളെ തീർത്താലേ നിങ്ങൾക്കൊക്കെ മോക്ഷം കിട്ടുള്ളെങ്കിൽ ഒറ്റയടിക്ക് ഞാനതങ്ങ് ചെയ്തേക്കാം. അത്രമാത്രം വൈരാഗ്യം വരാൻ അവള് നിങ്ങൾക്കിട്ട് എന്താ ഉണ്ടാക്കിയത്? ആ ഒറ്റൊരുത്തിയുടെ കൊട്ടേഷൻ ഏറ്റ കാരണ എന്റെ ചേട്ടൻ എനിക്ക് നഷ്ടമായത്. പല്ലടിച്ചിട്ട് രഘുറാം പറഞ്ഞ ശേഷം കയ്യിലിരുന്ന മദ്യം വായിലേക്ക് അമിഴ്ത്തി അയാൾ. നിനക്കൊന്നും അറിയില്ല രഘുറാമേ, അവള് പണ്ടേ നമ്മുടെ ചെക്കന് മെസ്സേജ് അയച്ചു തുടങ്ങിയതാ. പക്ഷെ അതൊന്നും ആർക്കും അറിയില്ലായിരുന്നു. ഫോണിൽ വരുന്ന മെസ്സേജുകളൊന്നും മര്യാദക്ക് നോക്കായിരുന്നവൻ പെട്ടെന്ന് ഒരു ദിവസം ഫോൺ നോക്കി എന്തോ വായിച്ച് ചിരിക്കലും നാണിക്കലൊക്കെ തുടങ്ങിയപ്പോ ആദ്യം സംശയം തോന്നിയ അവന്റെ മാനേജർ ജയറാമിനാ. ആ സംശയം അവൻ നമ്മളോട് അങ്ങ് പറഞ്ഞു. അവിടെ നിന്നാ എല്ലാത്തിൻ്റെയും തുടക്കം. മധു പറയുന്നത് കേട്ടിരുന്നു രഘുറാം. പക്ഷെ അയാളുടെ മനസ്സിൽ അപ്പോഴൊരു ചോദ്യം ബാക്കിയായിരുന്നു. പക്ഷേ അന്ന് എൻ്റെ ചേട്ടൻ്റെ ഗുണ്ടകൾക്ക് അവളെ കാട്ടിക്കൊടുത്ത ആ പറുത്ത് ധരിച്ച പെണ്ണ് അവളേതാ? ആ ചോദ്യം ചോദിപ്പിച്ച രാജഗോപാലിനെ ആയിരുന്നു. രഘുറാമെ, ചെയ്യുന്ന ജോലിക്ക് കൂലി തന്നാ നിന്നെ ഞങ്ങൾ കൂടെ കൊണ്ടുനടക്കുന്നത്. പക്ഷെ കൂടുതലൊന്നും നീയും അറിയാതിരിക്കുന്ന നല്ലത്. അറിഞ്ഞാ ചിലപ്പോ ഭാവിയിൽ നിനക്ക് ദോഷം ചെയ്യും. നിന്റെ ഏട്ടന് പറ്റിയ പോലെ ഞാനും നിർത്തോ. തന്നെ നോക്കി പരിഹസിച്ചിരിക്കുന്ന രാജഗോപാലിന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ചാടി എഴുന്നേറ്റ് രഘുറാം. എന്റെ ഏട്ടനെ തൊട്ടതിനൊരു സിനിമാ നടൻ ചെക്കനെ തൂക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല, നിങ്ങൾ വേണ്ടെന്ന് പറഞ്ഞിട്ടാ. പകരം അവനെ തന്തയെ ഞാൻ ഒരിക്കൽ തൊട്ടും. നിന്റെ ഒക്കെ കൂടെ നടക്കുന്ന പണം മോഹിച്ചിട്ടായിരുന്നില്ലെന്ന് അന്ന് നിനക്കൊക്കെ മനസ്സിലാവും. അതുപോലെ കാശെന്ന് പണിയേൽപ്പിക്കാൻ ഞാൻ നിന്റെ ഒന്നും വേലക്കാരനല്ല. എന്റെ ലക്ഷ്യം രുദ്രദേവ് വർമ്മ. അവന്റെ തല എനിക്ക് വേണ്ടത്. നിങ്ങൾ ആരുടെയെങ്കിലും മകളാ വൈരിനെ സ്വന്തമായി കഴിഞ്ഞാ രുദ്രദേവിന്റെ തല ഞാൻ കൊയ്യും. അതാ നമ്മൾ തമ്മിലുള്ള ഡീല്. എന്നിട്ട് അവന്റെ മുമ്പിൽ പോയി എനിക്കൊന്ന് നിൽക്കണം. ആ വൈരിന്റെ അവന്റെ കണ്ണിൽ കൂടി ചോരൊഴുകുന്ന എനിക്ക് കാണണം. ഒരിക്കൽ കൂടി ഞാൻ ഓർപ്പിക്കുക, രാഘവേന്ദ്രയല്ല രഘുറാം. പറഞ്ഞുകൊണ്ട് വേഗത്തിൽ അയാൾ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഇവൻ എന്ത് ചെയ്യണം നിന്റെ ഉദ്ദേശം? പറഞ്ഞ സർക്കിൾ മതി ചോദിച്ചു. ഇവൻ പോയി ആ തലയുടെ തല അങ്ങ് കൊയ്യട്ടെ, അതിനുശേഷം ഇവന്റെ തല ഞാനങ്ങ് കൊയ്യും. ഇരയെ കീറിമുറിക്കാൻ കാത്തിരിക്കുന്ന വേട്ടപ്പട്ടിയുടെ ഭാവമായിരുന്നപ്പോൾ രാജഗോപാലിന് കുളി കഴിഞ്ഞ് വാൾഡ്രോബിന് മുന്നിലെ മിററിലേക്ക് നോക്കിന്നുകൊണ്ട് മുടിയൊരു വശത്തേക്കിട്ട് വാരി തോർത്തുകയാണ് ഏക. പരിചിതമായ ഗന്ധത്തോടൊപ്പം നേർത്തൊരു കാൽപെരുമാറ്റം മുറിയിലാകെ പരന്നതും
ടവൽ സ്റ്റാൻഡിലേക്ക് ഇട്ടുകൊണ്ട് ഏക വേഗത്തിൽ തിരിഞ്ഞു. പക്ഷെ ആ നിമിഷം തന്നെ ഒരുവൻ പിന്നിൽ നിന്ന് അവൾ വട്ടം ചുറ്റി പൊതിഞ്ഞു പിടിച്ചിരുന്നു. വട്ടം പിടിച്ചതിനോടൊപ്പം അവന്റെ വലതു കൈ വായിലേക്ക് അമർന്നു. ആദ്യത്തെ പതർച്ച മാറ്റി അവൾ കുതറി പിടയാതെ നിന്നുകൊടുത്തു. ആളുടെ രണ്ടും കൽപ്പിച്ചുള്ള ആ ഭാവം കാണേ ആളുടെ തോളിൽ സ്വന്തം നെറ്റിമുട്ടി ചിരിച്ചുപോയി വൈര്യൻ. ആ നിന്റെ വായ കുത്തേണ്ട കാര്യമില്ലെന്നുള്ളത് ഞാൻ ഓർത്തില്ല. നിനക്ക് കൊടുക്കുന്ന ധൈര്യമല്ലേ. എങ്കിലും രാത്രി നിന്റെ റൂമിൽ കയറി വന്ന് പെട്ടെന്ന് കയറി പിടിക്കുമ്പോ നീ നിലവിളിക്കുമെന്ന് ഞാൻ ചിന്തിച്ചു. അപ്പൊ നിനക്ക് ഭയം എന്ന വികാരം വരില്ലല്ലേ? പറഞ്ഞ ശേഷം ആളുടെ വായിൽ നിന്നും കൈമാറ്റിയവൻ. വൈര്യൻ, എന്നെ വിട് പ്ലീസ്. ഇത് ശരിയല്ല. ആരും കണ്ട നിങ്ങൾക്ക് പ്രശ്നമൊന്നും കാണില്ല. പക്ഷെ ഞാൻ ഇതിനൊക്കെ സമാധാനം പറയേണ്ടി വരും. ഉറപ്പോടെ ചില കാര്യങ്ങൾ ഞാൻ ഇവിടെ എല്ലാവരുടെയും മുഖത്ത് നോക്കി വിളിച്ചു പറഞ്ഞിരുന്നു. നിങ്ങളുടെ അച്ഛനോടുള്ള വിശ്വാസത്തിന്റെ പുറത്താണ് ഞാൻ ഇന്ന് നിങ്ങളുടെ വീട്ടിൽ നിൽക്കുന്നത്. അടഞ്ഞുകിടക്കുന്ന വാതിൽക്കലേക്ക് പകപ്പോടെ എത്തി നോക്കി അവൾ പറയുമ്പോഴൊക്കെ ആ മുഖത്തെ ഭാഗങ്ങൾ നോക്കുന്നവൻ അവളെ പറഞ്ഞു പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ അവന്റെ മുഖം അവളുടെ കഴുത്തിടുക്കിലേക്ക് പൂഴ്ത്തി വെച്ചു. കല്ലുപോലെ നിന്നവൾ ഒരു വിറയലോടെ നിലത്തുനിന്ന് ഉയർന്നു പൊങ്ങിപ്പോയി. അവൾ അടക്കി പിടിച്ചുകൊണ്ട് വൈര്യൻ അവളുടെ കഴുത്തോരം അധരങ്ങൾ മെല്ലെ ചലിപ്പിച്ചുകൊണ്ടിരുന്നു. ആദ്യമായി അവന്റെ അധരങ്ങൾ അവളുടെ കഴുത്തിൽ ആഴത്തിൽ അമർന്നു. ഒപ്പം ചുണ്ടിനാലും നാവിനാലും അവൻ അവിടെ നുണഞ്ഞുടങ്ങിയത് ഏകയൊന്ന് പിടഞ്ഞു. ആദ്യമായിട്ട് അറിയുന്ന തന്റെ പുരുഷന്റെ സാമീപ്യം, അതും ഇത്രയടുത്ത്. ഏക ശരിക്കും മതിമറന്ന് നിന്നുപോയി. കുളി കഴിഞ്ഞിറങ്ങിയ തണുത്ത ശരീരം അവന്റെ പ്രവൃത്തിയിൽ വിയർത്തു തുടങ്ങി. വലതുവശത്ത് നിന്നും തൊണ്ടക്കുഴിയും കടന്ന് ഇടം കഴുത്തിലേക്ക് അധരങ്ങൾ ഇഴഞ്ഞു നീളുമ്പോൾ അവന്റെ ഉമിനീരിന്റെ തണുപ്പും നാവിന്റെ ചൂടും അവൾ അറിയുന്നുണ്ടായിരുന്നു. അവന്റെ ഹൃദയമിടിപ്പ് അവൾക്ക് വ്യക്തമായി കേൾക്കാമായിരുന്നു. അതിന് മറുപടി എന്ന പോലെ അവളുടെ നെഞ്ചിനുള്ളിലും ഹൃദയം അതേ താളത്തിൽ മിടിച്ചുകൊണ്ടിരുന്നു. ആ നിമിഷം അവന്റെ അനിയന്ത്രിതമായ നിശ്വാസം മാത്രമായിരുന്നു ആ മുറിയിലെ നിശബ്ദതയെ ഭേദിച്ചത്. കണ്ണുകൾ തുറക്കാൻ കഴിയാതെ കൂമ്പി അടഞ്ഞു പോകുന്ന അവസ്ഥ. വികാരത്തിന്റെ വേലിയേറ്റം താങ്ങാനാവാതെ അവന്റെ തോളിൽ അവളുടെ വിരലുകൾ മുറുക്കി പിടിച്ചു. മുടിയിഴകളിലേക്ക് വിരലുകൾ പാഞ്ഞു കയറി. വേണ്ട. അവന്റെ കാതിൽ അധരങ്ങൾ മുട്ടിച്ചുകൊണ്ട് അവൾ വിറയാർന്ന സ്വരത്തിൽ അവന്റെ പേര് ചൊല്ലി പിടഞ്ഞതും അവനൊന്ന് വെറുതെ കൂറി. Quiet now. Not a word. Just stay with me, Eka. Come closer. You are the only one who makes me lose control like this. നീ കുതിച്ചതല്ലേ ചുംബനം, അതിനേക്കാൾ ആഴത്തിൽ ഞാനതങ്ങ് തരുക. ഇടത്തെ കാതിലായി ശ്വാസം കൂട്ടിക്കലർത്തി അവൻ പറയുമ്പോൾ ഒന്ന് പൊള്ളിപ്പിടഞ്ഞു പോയേക. ദൈവമേ, ഞാൻ സ്വപ്നം കാണുവാണോ? മനസ്സിൽ ഒതുക്കി വെച്ച് അവൾ അറിയാതെ ചുണ്ടുകൾ കടന്ന് പുറത്തു വന്നു. അല്ല, ഞാൻ നിന്നെ കിസ് ചെയ്യുക. എന്തേ? അവന്റെ ശ്വാസം കനത്തു. കൈകൾ ധാവണിക്കിടയിലൂടെ സഞ്ചരിച്ചു തുടങ്ങി. അവന്റെ മീശയും താടിയും അവളിൽ കുളിര് പടർത്തി. ഉടലിനെ കോരിത്തരിപ്പിക്കുന്ന പുരുഷൻ എന്ന വികാരത്തിൽ നിന്നും വളരെ പെട്ടെന്ന് തന്നെ യാഥാർത്ഥ്യത്തിലേക്ക് അവൾ തിരികെ വന്നിരുന്നു. അധികം ബലം പിടിക്കാതെ ഏക എന്ന അനുഭൂതിയിൽ വശം കെട്ട് നിന്നുപോയവനെ നെഞ്ചിൽ കൈ ചേർത്ത് അവൾ പിന്നിലേക്ക് തള്ളി. അതുകൊണ്ട് തന്നെ അവൻ 2-3 ചുവട് പുറകിലേക്ക് വേച്ചുപോയി. കൈകൾ ഇരുവശങ്ങളിലേക്കും അല്പം ഉയർത്തി എന്താന്ന അർത്ഥത്തിൽ ചോദിച്ചു അവൻ. ശരിക്കും അപ്പോഴാണ് അവന്റെ ആ രൂപവളും ശ്രദ്ധിക്കുന്നത്. ഒരു കറുത്ത സ്ലീവ്ലെസ് ബനിയനും ഗ്രേ ജോഗറുമായിരുന്നു അവന്റെ വേഷം. ആകെ ഉലഞ്ഞ മുടിയും കലങ്ങിയ കണ്ണുകളുമായി അവൻ അവളെ തന്നെ നോക്കി നിൽക്കുകയാണ്. അറിയാതെ കണ്ണുകൾ അവന്റെ ശരീരത്തിലൂടെ അതിന്റെ ദൃഢതയിലൂടെ ഒന്ന് ഒഴുകിപ്പോയെങ്കിലും കഷ്ടപ്പെട്ട അവൾ അതിനെ തടഞ്ഞുകൊണ്ട് സ്വഭാവത്തിലേക്ക് തിരികെ എത്തി. ഇപ്പോഴും ആ മുഖത്തേക്ക് നേരെ നോക്കാൻ അവൾക്ക് കഴിയുന്നില്ല. എപ്പോഴോ അവന്റെ സാമീപ്യത്തിൽ മതിമറന്ന നിമിഷം താനും അറിയാതെ അദ്ദേഹത്തോട് കൂടുതൽ ചേർന്നു പോയിരുന്നു. എല്ലാത്തിനുമുപരി മുന്നിൽ നിൽക്കുന്നവൻ തന്റെ സ്വപ്നമാണെന്ന ബോധം വീണ്ടും മനസ്സിലേക്ക് കയറി വന്നതും അവളുടെ ഉള്ളും വീണ്ടും തളർന്നു. പറ്റാവുന്നത്ര ധൈര്യം സംഭരിച്ച് വാതിൽക്കിലേക്ക് വിരൽ ചൂണ്ടി ഇടറിയ ദയനീയ സ്വരത്തിൽ അവൾ കെഞ്ചി. വരും പ്ലീസ്, ആരെങ്കിലും വരും മുമ്പൊന്ന് പുറത്തു പോവോ? എനിക്ക് ഇനി നാണംകെടാൻ വയ്യ. സ്വന്തം വീടായതുകൊണ്ട് ഒരു പക്ഷെ നിങ്ങൾക്കത് മനസ്സിലാവില്ല. പക്ഷെ എനിക്ക് അങ്ങനെയല്ല. അതുകൊണ്ട് വൈരും പോയേ പറ്റൂ. ഇല്ലേ ഞാൻ തന്നെ ആളെ വിളിച്ചു കൂട്ടുട്ടോ, നോയിക്കോ. അവസാനം ദേഷ്യ ഒരുതരം നിസ്സായ ഭാവമായിരുന്നു അവളിൽ. അവന്റെ മുഖത്ത് ആരെയും കൂസാത്ത ഭാവമായിരുന്നപ്പോൾ
നീ ആരെ വേണേലും വിളിച്ചോ എന്ന പോലെ ഇടുപ്പിൽ കൈകുത്തിയെന്ന് അവൾ നോക്കിയൊരു വഷളം ചിരിയിരിച്ചു അവൻ. ദേഷ്യപ്പെടാൻ കഴിയാതെ പിന്നെ എന്തോ ഉറപ്പിച്ചെന്ന പോലെ ഒരു ദീർഘനിശ്വാസമെടുത്ത് മനസ്സിലൊരു തീരുമാനം കുറിച്ചു ഏക. ശരി, എന്നാൽ ഞാൻ തന്നെ പോയേക്കാം. ഈ രാത്രി പുറത്ത് ഗാർഡനിലോ മറ്റോ പോയി നിൽക്കാം ഞാൻ, ഒരു കാവൽക്കാരിയെ പോലെ. ഓ, അല്ലെങ്കിൽ ഞാൻ കാവൽക്കാരി തന്നെയാണല്ലോ. പിരിവിറുത്തുകൊണ്ട് ആൾ പുറത്തേക്ക് നടക്കാൻ തുനിഞ്ഞതും തല ചെറുതായി ഇരുവശത്തേക്കും ചലിപ്പിച്ചുകൊണ്ട് അവൻ മുന്നോട്ട് വന്നു. അടുത്ത നിമിഷം അവളെ പിന്നിൽ നിന്ന് ചുറ്റിപ്പിടിച്ച് ഒറ്റ വലിക്ക് തനിക്കരികിലാക്കി ബെഡിലേക്ക് ഇരുത്തി. ആൾക്കൊന്ന് എതിർക്കാൻ പോലും സമയം കിട്ടിയില്ല. അപ്പോഴേക്ക് അവൾ അവന്റെ മടിയിലിരിക്കുകയായിരുന്നു. ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന മുഖങ്ങൾ, അവന്റെ കണ്ണുകൾ അപ്പോഴും അവളുടെ കുഞ്ഞുമുഖത്തിൽ ഒഴുകി നടന്നു. കുതിരാൻ ശ്രമിച്ചതും വയറിൽ അവന്റെ കൈയുടെ മുറുക്കമറിഞ്ഞു. അതും വേണമെന്ന് കരുതി നോവിക്കുകയാണ് അവൻ. വേദനയാലൊന്ന് ഉയർന്നു പോയ നിമിഷം തന്നെ അവളുടെ മാറിടത്ത് അവന്റെ വിരിഞ്ഞ നെഞ്ചിലേക്ക് അമർത്തി പിടിച്ചു വൈരിൻ. ഏകയുടെ കണ്ണുകൾ പിടയുന്നതും ചുണ്ടുകൾ വിറക്കുന്നതും അവൻ നോക്കി ആസ്വദിച്ചു. ഉണ്ണിയാർച്ച പേടിക്കണ്ട. അനുവാദം ചോദിക്കാതെ കയറി പിടിച്ചതും കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കിയതും എൻ്റെ ആണെന്ന് ഉറപ്പുള്ളതുകൊണ്ട് മാത്രമാ. എന്തായാലും ഇത്രയും ഡിലീഷ്യസ് ഡിന്നർ ഒരുക്കിയതിന് താങ്ക്സ്. ഞാൻ പോയേക്കാം. പക്ഷെ അത് എത്രത്തോളം പെട്ടെന്ന് വേണമെന്ന് നീ എത്രത്തോളം ഫാസ്റ്റ് ആണെന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. വലം കൈ കൊണ്ട് അവളുടെ കവളിൽ മെല്ലെ തഴുകിക്കൊണ്ട് കണ്ണുകൾ കൊണ്ട് അവളെ പൂർണ്ണമായി ഒന്ന് അളന്നെടുത്ത ശേഷവും അവൻ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാവാത്ത പോലെ അവൾ അവനെ തന്നെ നോക്കി നിന്നു. മനസ്സിലായില്ലേ? ഇല്ലെന്ന് പറയാതെ അപ്പോഴും അവൻ്റെ മുഖത്തേക്ക് തന്നെ അവൾ കണ്ണും കൂർപ്പിച്ചു. എനിക്കത് കാണണം. എൻ്റെ മുഖം, ഇവിടെ ടാറ്റു ചെയ്തേക്കുന്ന എൻ്റെ മുഖം. അവിടെ ഒരു സൈൻ ചെയ്തിട്ട് ഞാൻ പോയിക്കോളാം. ഏകയുടെ കണ്ണുകൾ തുറിച്ചു. ഒപ്പം ധാവണിക്ക് മുന്നിലൂടെ കാണുന്ന നെഞ്ചിന്റെ വിടവിലേക്ക് നോക്കി ശ്വാസം ഉയർത്തുന്നവനെ ഒരു പിടപ്പോടെ അവളും നോക്കി. മിഴികൾ ഒരു നിമിഷം അവളിലേക്ക് ഉടക്കിയതും അവയെ നേരിടാൻ കഴിയാതെ അടുത്ത നിമിഷം തന്നെ അവൾ നോട്ടം പിൻവലിച്ചു. ഇല്ല, ഞാൻ കാണിച്ചില്ല. പോലും ഞാൻ ആള് വിളിച്ചു കൂട്ടും. ഞാൻ ഉറങ്ങിക്കിടന്നപ്പോൾ ശല്യം ചെയ്യാമെന്ന് പറയും. അവന്റെ മടിയിലിരുന്ന് അവൾ കുതിറിപ്പിടഞ്ഞു. വൈനിന്റെ മുഖത്തൊരു കള്ളച്ചിരിയും രണ്ടും കൽപ്പിച്ചെന്ന പോലെ ഒരു ഭാവമാണ്. പറഞ്ഞു, ആരോട് വേണമെങ്കിലും പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടില്ല ഏക. സ്വന്തം പ്രോപ്പർട്ടിയെ ചേർത്താവുമ്പോൾ അതിന് വല്ലാത്തൊരു ത്രില്ല. നീ ഇത്രയും കഷ്ടപ്പെട്ട് ആളെ കൂട്ടുമ്പോൾ ഉറപ്പായും ആള് കൂടും. പ്രത്യേകിച്ച് നീ ഞാൻ ഒരേ മുറിയിലായിരിക്കുമ്പോൾ. എന്തായാലും വന്നവരെ നിരാശയോടെ പറഞ്ഞേക്കുന്നത് ശരിയല്ലല്ലോ. അപ്പം നമുക്കങ്ങ് കിടന്നാലോ? അവൻ ബെഡിലേക്ക് ചായാൻ ഭാവിക്കുകയാണെന്ന് മനസ്സിലായതും ഏക അവന്റെ മടിയിൽ നിന്ന് പിടഞ്ഞുയരാൻ ശ്രമിച്ചു. വിടില്ലെന്ന വാശിയിൽ അവൾ അടക്കി പിടിച്ചു അവന്. വൈരും കളിക്കരുത് കേട്ടോ. ഇയാൾ എന്തിയാളെ പുറപ്പെടാം. നേന്റെ സ്വഭാവം വളരെ മോശം. ഇയാൾക്ക് എന്നെ അറിയില്ല. ഈ ഇയാൾ എന്ന് വിളി കേൾക്കുന്നതിൽ പരം ദേഷ്യം വൈരിന് വേറൊന്നുമില്ല. പക്ഷെ ഇന്നെന്തോ ദേഷ്യപ്പെടാൻ അവന് തോന്നിയില്ല. അത് തന്നെയാ പറഞ്ഞ്. എനിക്ക് നിന്നെ ശരിക്കും അറിയില്ല, പക്ഷെ അറിയണം, നല്ലപോലെ അറിയണം. അപ്പൊ എങ്ങനെയാ, കാണിച്ചു തരുമല്ലേ? ചോദിച്ചുകൊണ്ട് അവളെ പെട്ടിലേക്കും മലർത്തിയിട്ട് അവളിലേക്ക് അമർന്നു വൈരിൻ. അനുവാദമൊന്നും ചോദിക്കാതെ കഴുത്തിന്റെ ഭാഗത്തുള്ള ധാവണി ഷോളിൽ പതിയെ ഒന്ന് തൊട്ടു അവൻ. ഒരു നിമിഷം സർവവും മറന്ന് ആ കറുത്ത മിഴികളിലേക്ക് വലിച്ചിഴക്കപ്പെടുന്ന പോലെ തോന്നി അവൾക്ക്. അത്രമേൽ വശ്യമാർന്ന ഒരു ആലസ്യഭാവമായിരുന്നപ്പോൾ അവന്റെ മുഖത്ത്. ഏകാ, അത്രമേൽ ആർദ്രമായി അവൻ വിളിക്കുന്നതിനൊപ്പം നെഞ്ചിലെ ടാറ്റൂവിലായി അവന്റെ വിരലുകളുടെ ചെറുസ്പർശമറിഞ്ഞതും പെട്ടെന്ന് സ്വഭാവത്തിൽ വന്നളവനെ തള്ളി പുറകിലേക്ക് മാറ്റി കുതിറിപ്പിടഞ്ഞു. ഏകാ, പ്ലീസ്. നോ വൈരി, മാറ്, വേണ്ട. ഒരിക്കൽ മാത്രം ഏക, പ്ലീസ്. ഞാൻ പറയുന്ന കേൾക്ക്. പിടിവലിക്കിടയിലും ഇരുവരും വാശിയോടെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അവന്റെ പിടിവാശിക്ക് മുന്നിൽ വഴങ്ങാതിരിക്കാൻ ഏകയും ആവുന്നത്ര ശ്രമിച്ചു. അവൻ പിന്മാറില്ലെന്ന് മനസ്സിലായതും അവളും വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. അവന്റെ വാശിക്കൊപ്പം ആ കൈക്കരുത്ത് കൂടി ശരീരത്തിൽ എവിടേക്കോ അറിഞ്ഞു തുടങ്ങിയതും അവളും ശക്തിയിൽ അവനെ നേരിട്ടു. തമാശക്ക് തുടങ്ങി വെച്ചതാണെങ്കിലും അവന്റെ മനസ്സിൽ അവളോട് പ്രണയം മാത്രമായിരുന്നു. പക്ഷെ അവളുടെ പറച്ചിലും പ്രവൃത്തിയിലും വാശിയേറിയതോ നിമിഷത്തിൽ ധാവണി ഷോള് വലിച്ചു പറിച്ച് താഴേക്കാക്കി മാറിലേക്ക് മുഖം പൂഴ്ത്തി വെച്ചു വൈരിൻ. പഴയൊരു ഓർമ്മ അവളുടെ തലച്ചോറിനെ വേട്ടയാടി തുടങ്ങിയതും സങ്കടവും ദേഷ്യവേഗയുടെ സിരകളിലേക്ക് പാഞ്ഞു കയറി. അവന് മുകളിൽ ശക്തിയായി വലിച്ച് മുകളിലേക്ക് ഉയർത്തുമ്പോൾ ഉയർന്നു വന്ന അവന്റെ ആ മുഖത്ത് അവൾ ആഞ്ഞടിച്ചുപോയി. ആദ്യത്തെ പകപ്പ് വിട്ടുമാറും മുമ്പ് ഒന്നയഞ്ഞവനെ സൈഡിലേക്ക് തള്ളി അവൾ ചാടി എഴുന്നേറ്റ് കഴിഞ്ഞിരുന്നു. തലയൊന്നു കുടഞ്ഞ് അവനും വേഗത്തിൽ എഴുന്നേറ്റു. അവന്റെ കണ്ണുകളിൽ കണ്ട രൗദ്രഭാവം ആദ്യമായി താൻ കണ്ട വൈരിനെ അനുസ്മരിപ്പിക്കും വിധത്തിലാണ് അവൾക്ക് തോന്നിപ്പോയി.
വൈരിൻ സോറി, ഞാൻ ഏക നീ വിരൽ ചൂണ്ടി പാഞ്ഞു വന്നവനെ കാണെ ഭയത്തോടെ 2 ചൂട് പുറകിലേക്ക് വെച്ച് കിതച്ചു അവൾ. സ്വബോധം വന്ന പോലെ ഇടുപ്പിൽ നിന്ന് താഴേക്ക് തൂങ്ങിക്കിടന്ന ദാവണി ഷോൾ എടുത്ത് മാറിലേക്കിട്ട് അവൾ കൈകളാൽ പൊതിഞ്ഞു പിടിച്ചു. ആ കാഴ്ചയിൽ അവനൊന്ന് പതറി. വാശിയോടെ വിളിച്ചു പറയാൻ തുടങ്ങിയതെന്തോ അവളുടെ ആ പ്രവൃത്തിയാൽ തൊണ്ടക്കുള്ളിൽ തടഞ്ഞു നിൽക്കുന്ന അവസ്ഥയായിരുന്നു അവനപ്പോൾ. പെട്ടെന്ന് വാതിൽ തുറന്ന് വലിച്ചടച്ചുകൊണ്ട് അവൻ പുറത്തേക്ക് പാഞ്ഞു പോയതും അവൾ നിലത്തേക്ക് ഊർന്നിരുന്നു പോയി. ഏകയെ ഒന്ന് കണ്ട് പരിചയപ്പെടാനും സോപ്പിട്ട് അവളുടെ ആഗമന ഉദ്ദേശം മനസ്സിലാക്കാനും ആവശ്യം വന്നാൽ ഭീഷണി മുഴക്കി ഭയപ്പെടുത്താനുമൊക്കെ രാത്രിയുടെ മറവ് നോക്കി ഇറങ്ങിയതാണ് പെൺപടകൾ 4 പേരും. ഏകയുടെ മുറിയിൽ നിന്നിറങ്ങിപ്പോകുന്ന വൈരിനെ കാണെ രാധികയുടെ തേങ്ങലാണ് ആദ്യം കേട്ടത്. പ്രിയ രൂക്ഷമായി അവളെ നോക്കിക്കൊണ്ട് വായടക്കാൻ ആംഗ്യം കാട്ടി. വൈരിൻ സ്റ്റെയർ കയറി വേഗത്തിൽ മുകളിലേക്ക് പോകുന്ന നോക്കി 4 പേരും പതുങ്ങി നിന്ന ശേഷം ദേഷ്യത്തിൽ നടന്നു നിന്ന് ഏകയുടെ മുറിയുടെ വാതിൽ തള്ളി തുറന്ന് ആദ്യം കയറിയത് അഞ്ജലിയായിരുന്നു. പറയോ ഓരോരുത്തരായി മുറിയിലേക്ക് ഉറ്റുനോക്കി. മുന്നിൽ കണ്ട കാഴ്ചയിൽ സ്റ്റക്കായി നിന്ന് അഞ്ജലിയെ തള്ളി മാറ്റി തിക്കിത്തിരക്കി ബാക്കി 3 പേര് കൂടി അകത്തേക്ക് കയറി അങ്ങനെ തന്നെ നിന്നുപോയി. ദാവണി ഷോൾ കൊണ്ട് മൂടി പുതച്ച് മുട്ടുകാലിൽ തലതാങ്ങി നിലത്തായിരിക്കുന്ന ഏകയെ കാണെ 4 പേര് ഏതാണ്ട് മനസ്സിലായ പോലെ ദയനീയ ഭാവത്തിൽ പരസ്പരം നോക്കി. അഞ്ജലിക്ക് തലയുറ്റുന്ന പോലെ തോന്നി. ഈ വർഷേ ഇവളെ അന്ന് കിടന്ന് പ്രസംഗിച്ചതിന് വൈകിട്ട് തല്ലു വാങ്ങിക്കൊടുത്തതിനൊക്കെ അവൻ കയറി ഇവളെ പീഡിപ്പിച്ചു എന്നാ തോന്നേ. ഇവളുടെ തലയിൽ വരച്ച പേനെങ്കിലും ഒന്ന് കിട്ടിയ എന്റെ ദേഹം മുഴുവൻ വരക്കായിരുന്നു. പ്രിയ ദയനീയ ഭാവത്തിൽ പറഞ്ഞു. വർഷയുടെ മുഖം സങ്കടത്താൽ മങ്ങി. നിരാശയും അടുപ്പും അവൾ ഒന്നാകെ മൂടി. ഒരു ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് അവൾ തന്നെ മുറിയിലേക്ക് പതിയെ നടന്നുപോയി. ബാക്കി 3 പേരും തോറ്റു പിന്മാറാൻ തയ്യാറായിരുന്നില്ല. മുട്ടുകാലിൽ നെറ്റിമുട്ടിച്ച് മുഖം കുനിച്ചിരിക്കുമ്പോൾ ഏകയുടെ മനസ്സിൽ വൈരിനെ തല്ലിയതിന്റെ കുറ്റബോധം മാത്രമായിരുന്നു. അവൻ ചെയ്ത ഒരു പ്രവൃത്തിയും അവളെ മാനസികമായി തളർത്തിയിരുന്നില്ല. എന്റെയാണ്, എന്റെ മാത്രമാണ്, താൻ അവന്റെയും. സ്വയം ചിന്തിച്ച് പക്വതയോടെ അവൾ മനസ്സിലാക്കി. വൈരിൻ തന്നെ പ്രണയിക്കുന്നവനാണ്. അവന്റെ ഭാഗത്തുനിന്നുള്ള പ്രണയം നിറഞ്ഞൊരു പ്രവൃത്തി മാത്രമാണ് അവൻ അന്നേരം തന്നോട് കാണിച്ച്. ഒരു മുത്തം വെച്ച് പോകാനൊരുങ്ങിയവനെ താൻ തടയാൻ പാടില്ലായിരുന്നു. അവനെന്താ തന്നെ പീഡിപ്പിക്കാൻ വന്നവനാണോ? അല്ലല്ലോ, മോശമായി പോയി. പെട്ടെന്ന് വാതിൽക്കലുണ്ടായ നിഴലക്കം കാണെ ഏക പ്രതീക്ഷയോടെ മുഖമുയർത്തി നോക്കി. പക്ഷേ മുന്നിൽ കണ്ട 3 പെൺകുട്ടികളിൽ അഞ്ജലിയെ മാത്രമേ അവൾക്ക് അറിയൂ. ബാക്കി 2 പേരെ കണ്ടിട്ടുണ്ടെന്നല്ലാതെ പേരൊന്നും കൃത്യമായിട്ട് അറിയില്ല. ഇവരെയൊക്കെ കുറിച്ച് വാമിക എപ്പോഴോ പറഞ്ഞിട്ടുണ്ട്. വൈരിനെ പ്രണയിക്കുന്നവർ എന്ന് മാത്രമേ അവളുടെ കാതിൽ വീണിട്ടുള്ളൂ. ഡീ കളിച്ച് നീ ഇവിടെ വരെ എത്തിയല്ലേ? ഇപ്പൊ എന്റെ വൈരിനെന്തരടി നിന്റെ മുറിയിൽ വന്ന് പറയടി. അഞ്ജലിയാണ് അലറിയെടുത്തുകൊണ്ട് ആ ചോദ്യം ചോദിച്ചത്. അവളുടെ എന്റെ വൈരിൻ എന്ന പ്രയോഗം പ്രിയയെ ചൊടിപ്പിച്ചു. അതുപോലെ ഏകയും. മാറിക്കഞ്ജലി, നിന്നെ പോലെ അതറിയാൻ എനിക്കുണ്ട് അവകാശം. പറ, എന്റെ വിച്ചുവേട്ടൻ എന്തിനാ ഇവിടെ വന്ന്? ഇത്രയും നാൾ വൈരിൻ എന്ന പേരെടുത്ത് വിളിച്ചിരുന്നവളാണ് പെട്ടെന്ന് വിച്ചുവേട്ടനെന്നൊക്കെ. വീട്ടു കൊടുക്കാതെ പ്രിയ അവൾക്കടുത്തേക്ക് വന്നു നിന്നു. രാധിക മാത്രം മിഴികൾ നിറച്ച് വാതിൽക്ക് തന്നെ നിന്നതേയുള്ളൂ. നിലത്തുനിന്ന് ഏകമെല്ലാം എഴുന്നേറ്റു. തോളിലൂടെ പൊതിച്ചിരുന്ന ദാവണി ഷോൾ പഴയ പോലെ ഇടതുകളിൽ മാത്രമായിട്ട് പുറകിലൂടെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് ഇടുപ്പിലായി തിരികെ 3 മാറി മാറി നോക്കി അവൾ. എവിടെ ഒരുത്തി കൂടി ഉണ്ടല്ലോ, ആൾ കൂടി വിളിക്കേ, എന്നാലേ ടീം നിറഞ്ഞു നിൽക്കൂ. വാൽക്കിലേക്ക് നോക്കിയ ഏക പരിഹാസം കലർത്തിയാണ് പറയുന്നത്. നിർത്തി നിന്റെ അധിക പ്രസംഗം. നീ ആരാ നിന്റെ വിചാരം? വലിയ പോരാളിയാണോ നീ? ദേ ഈ നിൽക്കുന്ന സീരിയൽ നടി രാധിക മാറ്റിയിരുത്തിയാലേ ഞങ്ങൾ 3 പെണ്ണുകളുടെ ഒരു അടിക്കില്ല നീ. വിരൽ ചൂണ്ടി ഭീഷണിയുടെ സ്വരത്തിൽ അഞ്ജലി പറയുമ്പോൾ ഏകയുടെ മുഖത്ത് തികഞ്ഞ പുച്ഛമായിരുന്നു. ഓ ആണോ? എന്നാൽ നീ ഇവളും കേൾക്കാൻ പറയുക. എനിക്ക് നിങ്ങളുടെ വിച്ചുവേട്ടനെ പെരുത്ത് ഇഷ്ടമാണ്. അവനെ കൊണ്ടേ ഞാൻ പോവും. പിന്നെ വിച്ചുവേട്ടൻ എന്തിനാ ഈ മുറിയിൽ വന്നതെന്ന് നിങ്ങൾക്ക് അറിയണോ? നല്ല ഹോട്ട് മൊമെന്റ്സാ തൊട്ടുമ്പോ ഇവിടെ അഴിഞ്ഞാടിയത്. സൂപ്പർ സ്റ്റാർ സിനിമയിൽ മാത്രമല്ല, റിയൽ ലൈഫിലും കുറച്ചധികം റൊമാൻറ്റിക്കാ. ഓർക്കുമ്പോൾ തന്നെ കുളിര് കോരുക. ജയിക്കാൻ വേണ്ടി പറഞ്ഞാണെങ്കിലും ഏക ഓർമ്മയിൽ 1-2 നിമിഷം കണ്ണുകളടച്ച് നിന്നുപോയി. ഓ സോറി, ഞാൻ ആ ഓർമ്മകൾ ഒരിക്കൽ കൂടി അയവിറക്കിയതാ. അത് ശരി, തമ്പുരാട്ടികൾ രണ്ടാം നിൽക്കുന്ന സീരിയൽ നടിയെ വിളിച്ചുകൊണ്ട് പോകാൻ നോക്ക്, എനിക്കൊന്ന് ഉറങ്ങണം പറഞ്ഞുകൊണ്ട് ആൾ കട്ടിലേക്ക് വീണു. ഇവിടെ ഞാനങ്ങ് കൊല്ലട്ടെ. കൈമുഷ്ടി ഉരുട്ടി പ്രിയ പറയുമ്പോൾ അഞ്ജലി അവളുടെ കൈക്ക് പിടിച്ചു. വാ, ഇവളങ്ങനെ വിട്ടാൻ പറ്റില്ല, ശരിയായി കൊടുക്കുന്നുണ്ട് ഞാൻ. എൻ്റെ കൊക്കിൽ ജീവനുണ്ടെങ്കിൽ ഞാൻ ഇവൾക്കിട്ട് പണിയും, നീയൊക്കെ കണ്ടോ. അടക്കി പറഞ്ഞ ശേഷം പുറത്തേക്ക് പാഞ്ഞ അഞ്ജലിക്ക് പിന്നാലെ വർഷയെ ഇറങ്ങിപ്പോയി. ഇരുവരും പോയ വഴിയെ ഏക കിടക്കുന്ന ഭാഗത്തേക്ക് മാറി മാറി നോക്കിയ ശേഷം രാധികമല്ല തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. ഒന്നവിടെ നിന്നി. ഏകയുടെ ഉറച്ച സ്വരം കേട്ടതും രാധിക അങ്ങനെ തന്നെ നിന്ന ശേഷം പതിയെ തിരിഞ്ഞു നോക്കി. നമ്മൾ തമ്മിൽ എവിടെയും വെച്ച് മുന്നേ കണ്ടിട്ടുണ്ടോ? തലയിൽ കൈതാങ്ങി കട്ടിൽ കിടന്നുകൊണ്ട് ചോദിക്കുകയാണ് ഏക. ഇല്ല എന്നത്തിൽ ഇരുവശത്തേക്കും തല ചലിപ്പിച്ചുകൊണ്ട് രാധിക വേഗത്തിൽ മുറിവിട്ടതും എഴുന്നേറ്റെന്ന് വാതിലടച്ച് കുറ്റിയിട്ട് ഏക വീണ്ടും കട്ടിലേക്ക് മറിഞ്ഞു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.